കിഡിലിന് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പപ്പായയുടെ തൊലി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഇതേപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരല്പം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്നതൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് ഈ വളങ്കടി ഉള്ളവർക്ക്, വളങ്കടി വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ വിരലുകളുടെ ഇടയിലൊക്കെ, ഇതൊരല്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗമൊക്കെ ഡ്രൈ ആയി കിട്ടുന്നതിനും പെട്ടെന്ന് തന്നെ വളങ്കടി മാറുന്നതിനും നല്ലതാണ്. ആ ചൊറിച്ചിലൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ മുറിവുകളുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുറിവുകൾ ഉണങ്ങി വരും. പിന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ അമിതമായിട്ട് രോമ വളർച്ചയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ രോമ വളർച്ച തടയുന്നതിനൊക്കെ നല്ലതാണ്. കയ്യിലും കാലിലൊക്കെ ഉണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറിയിട്ട് ഒരു ഗ്ലോ കിട്ടുന്നതിനും അതേപോലെ തന്നെ തൊലിയുടെ ആ ഒരു ചുളിവുകളൊക്കെ കുറയുന്നതിനും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മുഖത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യരുത്. മുഖത്ത് നമ്മൾ പഴുത്ത പപ്പായയുടെ പൾപ്പ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മുഖത്തെ ചർമ്മം നമുക്കറിയാലോ നല്ല സോഫ്റ്റാണ്. ഈ ഒരു പേസ്റ്റ് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഗ്ലോ കിട്ടാനും അതേപോലെ തന്നെ രോമ വളർച്ചയൊക്കെ കുറയാനും നല്ലതാണ്. കാലിൽ കുഴിനഖമുള്ളവരൊക്കെ ആണെങ്കിൽ നഖത്തിലും അതേപോലെ തന്നെ ഈ കുഴിനഖത്തിന് ചുറ്റിനുള്ള ആ ഒരു സ്കിന്നിലൊക്കെ ഈ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വേദനയും ആ ഒരു വിങ്ങലും നീർക്കെട്ടൊക്കെ മാറുന്നതിനും കുഴിനഖം പെട്ടെന്ന് തന്നെ മാറി വരുന്നതിനും നല്ലതാണ്. അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു ബേസൻ എടുത്തിട്ടുണ്ട്. ആ ബേസനിലേക്ക് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ ഇട്ട് കൊടുക്കാം. 2 സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമൊന്നും അല്ല നമുക്ക് വേണ്ടത്, ചെറിയ ചൂടുള്ള വളരെ നേരിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷാമ്പൂ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഷാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 സ്പൂണോളം ഷാമ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഷാമ്പൂവും അതേപോലെ തന്നെ നേരത്തെ നമ്മളുടെ കല്ലുപ്പൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഷാമ്പൂ ഒക്കെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. മിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉപ്പുറ്റി വിണ്ട് കയറുന്നത്. അപ്പോൾ ഉപ്പുറ്റി വിണ്ട് കയറി കാലിൻ്റെ ഭംഗി ആകെ പോയിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാലുകൾ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ കാലിൽ ആ ഉപ്പുറ്റി വിണ്ട് കയറിയിട്ട് ഹാർഡായിരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കുമ്പോൾ തന്നെ സോഫ്റ്റായി വരും. ഈ വെള്ളത്തിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറയുന്നത് വരെ, ചൂടാറുന്നത് വരെ ഈ ഒരു രീതിയിൽ തന്നെ മുക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ നമ്മുടെ കാലിൽ നഖത്തിലൊക്കെ കുഴിനഖം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ 10 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നഖവും അതേപോലെ തന്നെ ഉപ്പുറ്റിയുടെ ഭാഗമൊക്കെ ഒന്ന് ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ കാല് നല്ല ക്ലീനായി കിട്ടും. ഇനി ഒരുപാട് വിണ്ട് കയറി കാല് വൃത്തികേടായിരിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ അടുത്ത ഒരു ടിപ്പ് കാണിക്കാം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇത്രയും വൃത്തികേടായിരിക്കുന്ന ഉപ്പുറ്റിയാണെങ്കിൽ പോലും നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കിഡിലൻ ടിപ്പാണ്. കല്ലിലിട്ട് ഒന്നും ഉരക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് സാൻഡ് പേപ്പറാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു സാൻഡ് പേപ്പർ മാത്രം മതി. വളരെ ഹാർഡായിട്ട് ഇതേപോലെ വൃത്തികേടായിരിക്കുന്ന ഉപ്പുറ്റിയാണെങ്കിൽ പോലും നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. ഞാൻ ഉംറക്ക് പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കസിൻ പറഞ്ഞു തന്ന ടിപ്പാണ്. അപ്പോൾ ആ സമയത്ത് ഉംറയുടെ ആ ഒരു സമയത്തൊക്കെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കാലുകളൊക്കെ വിണ്ട് കീറി നല്ല വൃത്തികേടായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. വന്ന ഉടനെ ഞാൻ ചെയ്തത് ഈ ഒരു കാര്യമാണ്. ഈ സാൻഡ് പേപ്പർ കൊണ്ട് ഉരക്കുകയാണ് ചെയ്തത്. ഈ ഹാർഡായിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഇതേപോലെ ഉരച്ച് കളയാൻ പാടുള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയുടെ ഭാഗത്ത് ഈ സാൻഡ് പേപ്പർ കൊണ്ടു കഴിഞ്ഞാൽ തൊലി പോവും, നീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണേ. ഞാൻ ആദ്യം കല്ലേലിട്ട് സോപ്പ് ഉപയോഗിച്ചൊക്കെയാണ് ഉരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഒറ്റ തവണ ഇത് ചെയ്തതോടുകൂടി തന്നെ എൻ്റെ കാല് നല്ല ക്ലീനായി. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിണ്ട് കീറി വൃത്തികേടായിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിലും കൂടി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കാല് എപ്പോഴും നല്ല സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് ഇതേപോലെ ഇരുന്നോളും. ഒരുപാട് വിണ്ട് കീറിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരല്പം വാസ്ലിൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപ്പുറ്റിയിൽ പുരട്ടിയിട്ട് സോക്സ് ഒക്കെ ഇട്ട് കിടക്കുകയാണെങ്കിലും കൂടുതൽ ഗുണം ചെയ്യും.
പപ്പായ തൊലിയിൽ നല്ല ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ ക്ലീനിങ്ങിന് ഏറ്റവും നല്ലതാണ് ഈ പപ്പായ തൊലി പേസ്റ്റ്. അപ്പോൾ നമുക്കറിയാലോ, കിച്ചൺ സിങ്കൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിനും അതിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയാസൊക്കെ മാറ്റുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ഈ പേസ്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. എന്നും പപ്പായ തൊലി അരച്ച് പേസ്റ്റ് ആക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐസ് ട്രേയിൽ ഒഴിച്ച് ഒന്ന് ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷം ഒരു ടിന്നിലിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ നോൺ വെജൊക്കെ നമ്മൾ കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സ്മെല്ല് മാറ്റാനൊക്കെ ആയിട്ടും ഓരോ ഐസ് ക്യൂബ് എടുത്ത് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാം.